പല യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന രീതിയിൽ സിനിമ എടുത്തതിന്റെ പേരിലാണ് എമ്പുരാൻ സിനിമ വിവാദമാകുന്നതും പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നതും പേരുകൾ റീഡപ്പ് ചെയ്യേണ്ടി വന്നതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരികയൊന്നും ചെയ്യാതിരുന്ന പല യഥാർത്ഥ സംഭവങ്ങളും വ്യക്തികളെക്കുറിച്ചുമെല്ലാം സിനിമയിലുണ്ട് താനും. അൺകട്ട് എമ്പുരാനിലെ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചും സിനിമാ റെഫറൻസുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയിൽ ബൈജു സന്തോഷ് അവതരിപ്പിച്ച മുരുകൻ എന്ന കഥാപാത്രം ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. ഈ വലിയ ജനനേതാക്കൾ ഉണ്ടാകുന്നതേ കറുത്ത മാസ്ക് കഴിപ്പിച്ച് വെളുത്ത മാസ്ക് അടിപ്പിച്ചൊന്നുമല്ല. ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്കാണ്. കരിങ്കൊടി പ്രതിഷേധം ഭയന്ന് പൊതുജനങ്ങളുടെ കറുത്ത മാസ്ക് കഴിപ്പിച്ച് രണ്ടാം ദിവസവും മുഖ്യമന്ത്രിക്ക് സുരക്ഷ. അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായ കാലത്ത് നവകേരള സദസ്സടക്കം അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികളിലേക്കും വരുന്നവരോട് കറുത്ത മാസ്ക് മാറ്റി വെള്ള മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ചതായി വാർത്തകൾ വന്നിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചാണ് ബൈജു പറയുന്നതും. സിനിമയിൽ RPIM പാർട്ടിയുടെ സമ്മേളനം കാണിക്കുമ്പോൾ ഇത്തരത്തിലൊരു മെഗാ തിരുവാതിര കാണിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിലുണ്ടായ ഒരു സംഭവം തന്നെയാണ്. CPIM പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലായിരുന്നു അത്തരത്തിലൊരു മെഗാ തിരുവാതിര ഉണ്ടായത്. ആ തിരുവാതിരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പാട്ടിലെ കാരണഭൂതർ എന്ന വാക്കാണ് പിന്നീട് ട്രോളർമാർ ഏറ്റെടുത്തത്. RPIM എന്നത് CPIM-ഉം മേടയിൽ രാജൻ എന്നത് പിണറായി വിജയനെയും ആയിരിക്കാം സിനിമയിലൂടെ ഉദ്ദേശിച്ചത്. ഈ ഒരു സിനിമയിൽ കാണിച്ച പാർട്ടികൾ യഥാർത്ഥത്തിലെ ഏതൊക്കെ പാർട്ടികളാണെന്ന് ലൂസിഫർ സിനിമയുടെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞതാണ്. IUF-ന്റെ പ്രമുഖ നേതാവാണ് സായികുമാർ അവതരിപ്പിച്ച മഹേഷ് വർമ്മ. ആ കഥാപാത്രത്തിന്റെ ഓഫീസിൽ ഇത്തരത്തിലൊരു ബോർഡ് കാണാം. ആ കഥാപാത്രത്തിന്റെ പദവിയിൽ ഇതിനു മുമ്പ് ഇരുന്ന ഒരാൾ സുമേഷ് ചെന്നിത്തലയായിരുന്നു. അതാരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും അറിയാം, രമേശ് ചെന്നിത്തല തന്നെ. സിനിമയിൽ നന്ദു അവതരിപ്പിച്ച കഥാപാത്രം വർമ്മയ്ക്ക് ഒരു കത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ആന്തപ്പൻ എന്നുദ്ദേശിച്ചത് AK ആന്റണിയാണ്. ആന്തപ്പനെ പോലെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ രാജിക്കത്തോട്ട് വന്നാൽ എങ്ങനെ? ഒരുപാട് പ്രാവശ്യം തന്റെ മുഖ്യമന്ത്രി സ്ഥാനം അടക്കം രാജിവെച്ച ഒരാളാണ് AK ആന്റണി. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. ആ സംഭവങ്ങളെയാണ് ഈ ഡയലോഗിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ IUF-ന്റെ നേതാവായ ആന്തപ്പനിലൂടെ കോൺഗ്രസിന്റെ നേതാവായ AK ആന്റണിയാണ് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് എബ്രഹാം ഖുറേഷി ഇത്തരത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് IUF അയാളുടെ നിയമാനുസൃത സന്താനങ്ങളെ തന്നെ എഴുന്നള്ളിച്ചേപ്പൻ. ഇന്ത്യയിലെ മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരും നെപ്പോട്ടിസം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. IUF-ൽ പ്രത്യേകിച്ചുമെന്ന് പറയുന്നത് കോൺഗ്രസിൽ പ്രത്യേകിച്ചുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ കോൺഗ്രസിനുണ്ട് താനും. സിനിമയിൽ മഹേഷ് വർമ്മയും മേടയിൽ രാജനും തമ്മിലുള്ള ഒരു ചർച്ചയുണ്ട്. അവരുടെ പരസ്പരമുള്ള ഡയലോഗുകളെല്ലാം തന്നെ കോൺഗ്രസിന്റെയും CPIM-ന്റെയും ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. CPIM കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയെന്നും വർഗീയതയ്ക്ക് മുമ്പിൽ ഒരുപാട് കാലം പിടിച്ചു നിന്ന കോൺഗ്രസ് ഇക്കാലത്ത് തോറ്റുപോയെന്നും പറയുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് മോഹൻലാലിന്റെ തന്നെ പഴയൊരു സിനിമയെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു. സിനിമയിൽ പറയുന്ന മറ്റൊന്നാണ് നെടുമ്പള്ളി ഡാം. ഏവർക്കും വ്യക്തമായ ഒരു കാര്യമാണ്, അത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് പറയുന്നത്. സാമ്രാജ്യഭക്തിയുടെ പേരിൽ ഒപ്പിട്ട ഒരു കരാറിൻ പ്രകാരം 999 വർഷത്തേക്ക് മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം ആ ഡാമിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം തന്നെയാണ് പറയുന്നത്. സിനിമയിൽ ഡാമിന്റെ പേരിന് മാത്രമാണ് മാറ്റം കൊടുത്തിരിക്കുന്നത്. പൃഥ്വിരാജ് അവതരിപ്പിച്ച സെയ്ദ് മസൂദിന്റെ 2002 കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇന്ത്യക്ക് നേരെ തന്നെ ഭീകരാക്രമണങ്ങൾ നടത്താൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സിനിമയിൽ പറയുന്നുണ്ട്. മതങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുക എന്നത് രാഷ്ട്രീയക്കാരന്റെയും തീവ്രവാദികളുടെയും ആവശ്യമാണെന്നും സിനിമ പറയുന്നുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളാണ്. ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം സെയ്ദ് മസൂദിനെ കാണിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിൽ നിന്നും പെൺകുട്ടികളെ രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. Reports that Islamic State militants in Iraq are kidnapping and selling Yazidi women appear to have been confirmed. ISIS-നെ പോലെയുള്ള യഥാർത്ഥ തീവ്രവാദികളെയാണ് അതിൽ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ പലയിടത്തുനിന്നും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സിനിമ പറയുന്നത് ഒരു ഫിക്ഷണൽ കഥയാണെങ്കിലും അതിന്റെ പ്രധാന പ്ലോട്ട് പലരിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ തന്നെയാണ് സിനിമയിലെ പല സീനുകളും കട്ട് ചെയ്യേണ്ടി വന്നതും പേരുകൾ മാറ്റേണ്ടി വന്നതും. സിനിമയെ സിനിമയായി തന്നെ കാണണമെന്നും അത് സമൂഹത്തെ സ്വാധീനിക്കില്ല എന്നും പറയുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ സിനിമയ്ക്കെതിരെ വാളെടുത്തത്. അതിന് കാരണമായ സിനിമയിൽ സൂചിപ്പിക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗുജറാത്ത് കലാപം 2002-ലാണ് ഗുജറാത്ത് കലാപം നടക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നത് ഇന്ത്യ 2002 എന്നാണ്.
2000-ലധികം ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു വർഗീയ കലാപമായിരുന്നു അത്. 2002 ഫെബ്രുവരി 27 ഗോദ്ര റെയിൽവേ സ്റ്റേഷനടുത്ത് സബർമതി എക്സ്പ്രസിൽ 59ഓളം പേർ വെന്തുമരിച്ചതായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ച കാരണം. അതൊരു വർഗീയ പ്രശ്നമായി ഗുജറാത്തിലൊട്ടാകെ പടരുകയും മുസ്ലിം വിഭാഗം ആക്രമിക്കപ്പെടുകയും ചെയ്തു. സെയ്ദ് മസൂദിന്റെ കുടുംബം ആ ഒരു ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത് തന്നെ. ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരത സിനിമ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഗുജറാത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. അതിന്റെ എല്ലാം പ്രധാന സംഭവങ്ങൾ ഒറ്റൊരു സ്ഥലത്തായി നടക്കുന്നത് പോലെയാണ് സിനിമയിൽ കാണിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിലുള്ള ബജ്രംഗ് ദൾ എന്ന സംഘടന നടത്തിയ നരോദ പാട്യ വംശഹത്യയാണ് സിനിമയിൽ പ്രധാനമായും കാണിച്ചിരിക്കുന്നത്. ആ കൂട്ടക്കൊലയ്ക്ക് യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുത്ത ബാബുഭായ് പട്ടേൽ, ബാബു ബജ്രംഗി എന്ന പേരുള്ള വ്യക്തിയെയാണ് സിനിമയിൽ വില്ലനായി കാണിച്ചിരിക്കുന്നത്. ബൽരാജ് പട്ടേൽ എന്നും ബാബ ബജ്രംഗി എന്നുമാണ് ആ കഥാപാത്രത്തിന് സിനിമയിൽ ആദ്യം പേര് നൽകിയതും. ബൽരാജ് പട്ടേൽ ബാബ ബജ്രംഗയായ ചരിത്രം മുഴുവൻ എനിക്ക് കോടതി അയാളെ ശിക്ഷിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ സർക്കാർ അയാളെ ജയിലിൽ നിന്നും പുറത്തിറക്കിയിരുന്നു. കണക്കില്ലാത്ത ക്രൂരതയാണ് അയാൾ അവിടെ ചെയ്തു കൂട്ടിയത്. അതിനെക്കുറിച്ച് അയാൾക്ക് ഒരു പശ്ചാത്താപമില്ലതാനും ഇനിയും എത്ര പേരെയും താൻ കൊല്ലാൻ റെഡിയാണെന്നും അയാൾ പറയുന്നുണ്ട്. എല്ലാരെയും കൊന്നു തീർക്കാൻ നരേന്ദ്രമോദി അവർക്ക് 3 ദിവസം സമയം നൽകിയെന്ന് അയാൾ പറയുന്ന വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. BJP MLAയും ഗുജറാത്ത് മുൻ മന്ത്രിയുമായ മായ കുഡ്നാനി അടക്കം പലരെയും ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 36 സ്ത്രീകളും 35 കുട്ടികളും അടക്കം 97 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അവിടെ സ്ത്രീകൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 3ഓളം ഗർഭിണികളായ സ്ത്രീകളെ കൊല്ലുന്നതിന് മുമ്പ് അവരുടെ വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കൗസർ ബാനു എന്നായിരുന്നു ആ ഒരു സ്ത്രീയുടെ പേര്. ആ സ്ത്രീയായിരിക്കാം ഈ കഥാപാത്രത്തിലൂടെ സിനിമയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് സിനിമയിൽ അങ്ങനെ തന്നെ കാണിക്കുന്നുമുണ്ട്. ഗുജറാത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട്. കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ പേരിൽ വർഷങ്ങളോളം നിയമപോരാട്ടം നടത്തിയ ഒരാളായിരുന്നു ബൽക്കീസ് ബാനു. ആ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ BJP ഗവൺമെന്റ് തുറന്നുവിട്ടപ്പോൾ സുപ്രീം കോടതി അത് റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു. അവരെ പോലെ ഗുജറാത്തിൽ ക്രൂരതകൾ നേരിടേണ്ടി വന്ന ഒരുപാട് സ്ത്രീകളെയാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നവരെ സംരക്ഷിക്കുന്ന ഒരു കഥാപാത്രം സിനിമയിലുണ്ട്. അതും ഒരു യഥാർത്ഥ വ്യക്തിയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത കഥാപാത്രമാണ്. അഹമ്മദാബാദിൽ നിന്നുള്ള കോൺഗ്രസ് MLA ആയ എഹ്സാൻ ജാഫ്രി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നത് 69ഓളം പേരായിരുന്നു. ഒരു MLA ആയിട്ട് പോലും ഒരു സഹായവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. കലാപകാരികൾ ആദ്യം തന്നെ അദ്ദേഹത്തെയാണ് കൊലപ്പെടുത്തിയത്. ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി നാളെ വരാനിരിക്കെ കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് മുൻ MP എഹ്സാൻ ജാഫ്രിയുടെ വിധവയായ സാക്കിയാണ് കഴിഞ്ഞ 14 വർഷമായി കേസ് നടത്തിയത്. അവിടെ വന്ന 69 പേരെയും കലാപകാരികൾ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സ്ത്രീ കഥാപാത്രം അദ്ദേഹത്തെ പോലുള്ളവരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതും. ഗുജറാത്ത് കലാപത്തിനാൽ ബജ്രംഗിയെ പോലുള്ളവർ ജയിലിലാവുകയാണ് ചെയ്തത്. എന്നാൽ മറ്റു ചിലർ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളായി മാറി. ബജ്രംഗി, മുന്ന, കാർത്തിക് എന്നീ കഥാപാത്രങ്ങൾ നരേന്ദ്രമോദി, അമിത് ഷാ, അജിത് ഡോവൽ എന്നിവരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് RSS മുഖപത്രമായ ഓർഗനൈസർ തന്നെ പറഞ്ഞിരുന്നു. സിനിമയിൽ അമിത് ഷായെ കുറിച്ചുള്ള ഒരു റെഫറൻസും ഉണ്ട്. അമിത് ഷായെ വിളിക്കാൻ വേണ്ടി പറയുന്ന ഒരു രംഗം തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നു. സിനിമയിൽ ഗോദ്ര ഫയർ ഇൻസിഡന്റ് വ്യക്തമായി കാണിച്ചിട്ടില്ല എന്നാണ് പലരുടെയും പരാതി. 59ഓളം പേരാണ് ട്രെയിനിൽ വെന്തു മരിച്ചത്. അതാണ് സിനിമയുടെ ആദ്യത്തിൽ തന്നെ കാണിക്കുന്നതും. ട്രെയിനിൽ തീ എങ്ങനെ പടർന്നു എന്നത് ഇന്നും നിഗൂഢമായ ഒരു കാര്യമാണ്. 6ഓളം കമ്മീഷനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചത്. 2 കമ്മീഷൻ അത് ഡെലിബറേറ്റ്ലി മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് ഗുജറാത്ത് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനും മറ്റൊന്ന് സുപ്രീം കോടതി ഗുജറാത്ത് പോലീസ് ഒഫീഷ്യൽസ് അടങ്ങിയ ഒരു ഗ്രൂപ്പിനെ നിയമിച്ചിരുന്നു. അവരുമായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടുകൾ പ്രകാരം തീ അകത്തു നിന്നും പടർന്നതാണെന്നും പുറത്തുനിന്നും ആരും വെച്ചതല്ല എന്നും വ്യക്തമായിരുന്നു. അതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നായിരുന്നു റെയിൽവേ മിനിസ്ട്രിയുടെ കണ്ടെത്തൽ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല എന്നാണ് സിറ്റിസൺ ട്രിബ്യൂണലും കണ്ടെത്തിയത്. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പേർ ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ 2 പക്ഷത്തും നിൽക്കാത്ത രീതിയിലാണ് ഈ ഒരു സംഭവത്തെ കാണിച്ചിരിക്കുന്നത്. ആക്സിഡന്റ് ആണോ അതോ അട്ടിമറിയാണോ എന്ന് സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട്. മറ്റൊരു പത്രക്കട്ടിങ്ങിൽ തീപിടുത്തം എന്ന് തന്നെയാണ് പറയുന്നതും. സിനിമയിൽ പറയുന്ന മറ്റൊരു യഥാർത്ഥ സംഭവം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി ഇടി മാറിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആണ് വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. കെജ്രിവാളിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ഇഡി അറസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത്. മഞ്ജു വാര്യർ കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. കെജ്രിവാളിനെ പോലെയുള്ള പല പ്രതിപക്ഷ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു PMLA ആക്ട് തന്നെയാണ് ഉപയോഗിച്ചത്. സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച സജനചന്ദ്രൻ എന്ന കഥാപാത്രം K. സുരേന്ദ്രനെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്.
ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തി ഒന്നുകിൽ ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾക്ക് ഒരു 10-35 സീറ്റ് കിട്ടിയാൽ 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുന്നു ഞാൻ ഇപ്പോൾ. കാരണം കെ സുരേന്ദ്രൻ പറഞ്ഞ ഈ ഒരു വാക്കുകളെല്ലാം തന്നെ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ കേരള നിയമസഭയിൽ 35 സീറ്റ് ഞങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞപ്പോൾ, കേരളം ഞങ്ങൾ പറയുന്ന ആൾ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, സിനിമയിൽ ഇനിയും ഒരുപാട് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.